ഒരു ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇനി എന്തൊക്കെ ജോബ് റോളുകൾ വരിക എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലെ? ഏതൊക്കെ ജോബുകളിലാണ്, ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുക എന്നുള്ള ഒരു സംശയവും നിങ്ങൾക്ക് വരാം. ഏതൊക്കെ ഞങ്ങളിപ്പോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ ഞങ്ങൾക്ക് എവിടേക്കാണ് ജോലി കിട്ടുക എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാം. ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽസും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് കോഴ്സ് ഏതായിക്കോട്ടെ, ഇപ്പൊ ഡിഗ്രി ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അതില് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമാണ് മിക്കവാറും ഹോസ്പിറ്റൽസിൽ ഇപ്പൊ നിങ്ങളെ ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് വരെ ജോലിക്ക് എടുക്കത്തുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. ദെൻ രണ്ടാമത് വരുന്നത് ഒരു അഡ്മിൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ലഭിക്കാം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ. ഗസ്റ്റ് റിലേഷൻസിൽ അതിഥികളെ സ്വീകരിക്കുന്നതിലും അതുപോലെ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എൻക്വയറീസ് ഒക്കെ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നതിനും അവിടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു സ്ഥാപനമാകുമ്പോൾ പല രീതിയിലുള്ള സ്റ്റാഫും പേഷ്യൻസും തമ്മിലും അല്ലെങ്കിൽ പേഷ്യൻസും തമ്മിലൊക്കെ പല രീതിയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാലോ. അപ്പൊ ഇതിനൊക്കെ പരിഹരിക്കുന്നതിനും VIP പോലുള്ള അതിഥികളൊക്കെ വരുമ്പോൾ സ്വീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഗസ്റ്റ് റിലേഷൻസ് എന്ന് പറയുന്ന വകുപ്പുണ്ട്. ഈ ഗസ്റ്റ് റിലേഷൻസിലും നിങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ, എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കയറുമ്പോൾ ഉള്ള സ്ഥാനാട്ടോ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മാനേജർ വരെ ആവാൻ പറ്റും. ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ സർവീസ് അനുസരിച്ചിട്ട്. യെസ്, പേഷ്യന്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓഫീസർ ആവാൻ പറ്റും. ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കാര്യങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്, വളരെ ക്വാളിറ്റിയോട് കൂടിയുള്ള സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആശുപത്രികളിലൊക്കെ ഡോക്ടർ കണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അഡ്മിഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അഡ്മിഷൻ ഡെസ്കിലേക്ക് കൂട്ടിക്കൊണ്ടുണ്ടാവും. ചില ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് കാണാല്ലേ, അത് പേഷ്യന്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും അതൊക്കെ ചെയ്തു തരിക. നമുക്കിപ്പോൾ ബെഡ്, ഇപ്പൊ ഡോക്ടർ അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട്. ദെൻ വാർഡ് സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടാം. ഒരു വാർഡില് ഇപ്പം ഇഷ്ടംപോലെ വാർഡുകൾ ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ വാർഡുകൾ. ആ വാർഡുകളുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട്, ഇതുപോലെ തന്നെ ഗുണമേന്മയുള്ള സേവനങ്ങൾ ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആയാലും ബാക്കി എല്ലാ സ്റ്റാഫും നല്ല രീതിയിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് വാർഡ് സെക്രട്ടറി ഉണ്ടാവും. ആ വാർഡ് സെക്രട്ടറി എന്ന് പറയുന്ന ജോബ് ലഭിക്കാം. ഇത് പഠിച്ചിറങ്ങാം. അതുപോലെ തന്നെ OP സെക്രട്ടറി, ഡോക്ടേഴ്സിന്റെ സെക്രട്ടറി ആയിട്ട്, ഡോക്ടേഴ്സിന്റെ ഒക്കെ റൂമിൽ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരു ജോബ്. യെസ്, ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ, എനിക്ക് ഇപ്പൊ ക്ലാസ് ഉണ്ട്. ഓക്കെ ലെഫ്റ്റ് ആയിക്കോളൂ. അതുപോലെ OPD എക്സിക്യൂട്ടീവ്, ജനറൽ ഡ്യൂട്ടി. ഞാൻ കുറെ ജോബ് റോളുകളാണോ പറയുന്നത്, ഏതൊക്കെ ജോലികൾ കിട്ടാമെന്നുള്ളതിന്റെ ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സെക്രട്ടറി, OPD എക്സിക്യൂട്ടീവ്, OP അസിസ്റ്റന്റ്, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ്, അതുപോലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ, പേഷ്യന്റ് കൗൺസിലർ. ഇനി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് അവിടെ അക്കൗണ്ടന്റ്, ബില്ലിംഗ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അതുപോലെ കാഷ്യർ മുതലായ ജോലികൾ. അതുപോലെ ഇൻ പേഷ്യൻസിനെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യൻസിന്റെ ബില്ലിംഗ് കാര്യങ്ങൾ ചെയ്യാനായി ബില്ലിംഗിലുള്ള ആളുകൾ. ഇനി ഇൻഷുറൻസ്, പേഷ്യൻസ് ഇൻഷുറൻസ് പേഷ്യന്റ് ആണ്, ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്, ഇൻഷുറൻസ് കോർഡിനേറ്റർ പോലുള്ള ജോലി. ഇനി മൊത്തത്തിൽ ഹോസ്പിറ്റലിലെ മൊത്തം പ്രവർത്തനങ്ങളും എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ടുള്ള ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റോള്. ഇപ്പൊ HR, ഹ്യൂമൻ റിസോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള ആളുകളെ നിയമിക്കാൻ വേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റിലെ നിയമിക്കാനും അവർക്ക് വേണ്ടുന്ന സാലറി, അവരെ ശമ്പള പട്ടിക പോലുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്ന HR എടുക്കുകയാണെങ്കിൽ HR എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ HR അസിസ്റ്റന്റ് പോലുള്ള ജോലികൾ. അതുപോലെ ആശുപത്രിക്ക് ഇനി അക്രഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ NABH കോർഡിനേറ്റർ, ക്വാളിറ്റി കൺട്രോൾ എക്സിക്യൂട്ടീവ്, ഫ്ലോർ അസിസ്റ്റന്റ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലുള്ള എക്സിക്യൂട്ടീവ്സ്. അതുപോലെ ക്ലിനിക്കിന്റെ തന്നെ, ഇപ്പൊ ചെറിയ ക്ലിനിക്കൊക്കെ ആണെങ്കിൽ ഒരു ക്ലിനിക് മാനേജർ ആയിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു വലിയ